Hi, dear students. So, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാം. സോ ഈ ചാപ്റ്ററിൻ്റെ പേര് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാ. സോ നോക്കടാ, ഇവൻ ദോ നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം ക്യാഷ് വരുന്നു എന്നുള്ളത്, സപ്പോസ് നമ്മൾ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, പക്ഷെ ക്യാഷ് ആയിട്ട് ബിസിനസ്സിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൽ എത്ര ആൾക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വരും, ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാഷ് എന്ന് പറയുന്നത് വളരെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് നമ്മൾ ലിക്വിഡിറ്റി കാണുന്നതും എന്താ, ക്യാഷിനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷിനെ അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ക്യാഷിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ്സിൽ ക്യാഷ് വരുന്നുണ്ടോ, പ്രോഫിറ്റ് ഉണ്ടാവുന്നതിന് ഉപരിയായിട്ട് ക്യാഷ് കൂടെ വേണം. ക്യാഷ് എന്ന് പറയുന്നതാണ് എന്ത്, ഒരു ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്യാഷ്. സോ അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ആവശ്യാനുസരണം ബിസിനസ്സിനെ പറ്റി പല പല ഇൻഫർമേഷൻ, ബിസിനസ്സിന് സ്റ്റേബിൾ ആണോ, എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. സോ അതുപോലെ തന്നെ അപ്പോൾ ഇതും നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പരിചയപ്പെടാനും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചാപ്റ്ററിലോട്ട് കടക്കാം. ക്യാഷ് ഈസ് മെയിൻലി ജനറേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിൽക്കുക എന്നുള്ള പ്രോസസ്സിലൂടെ ബൈയിങ് അസെറ്റ്സ്, ഡിസ്ചാർജിങ് ലയബിലിറ്റീസ്, അതിനൊക്കെ നമുക്ക് ക്യാഷ് ആവശ്യമാണ്. സെയിൽസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് വരുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉണ്ടാക്കുന്നത്, വെറുതെ ഉണ്ടാക്കുകയാണ്, എന്താണ് അതിൻ്റെ പേർപ്പസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഫോർമാറ്റ്, എങ്ങനെയാണ് എന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്. സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്, എന്തിനാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ക്യാഷ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് ലൈഫ്. എക്കണോമിക് ലൈഫിൽ ക്യാഷിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എ ഫേം നീഡ്സ് ക്യാഷ് മേക്ക് പേയ്മെൻറ്റ്സ് ടു ദ സപ്ലൈസ്, സപ്ലൈസിന് ക്യാഷ് കൊടുക്കണം. ടു ദ ഡേ ടു ഡേ എക്സ്പെൻസ്, ഓരോ ദിവസത്തിലുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ക്യാഷ് ആവശ്യമാണ്. ടു പേ സാലറീസ്, സാലറി അടക്കാൻ എക്സ്പെൻസ് ആവശ്യമാണ്. വേജ് ഇതിന്, ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് എക്സെട്ര, എന്തിനും ഏതിനും എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്താ ചിലവാണ്. ഓക്കെ, സോ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വേണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, യെസ്, this it is a very essential for a business to maintain adequate balance of cash. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ക്യാഷ് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരനത്തോടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എ കൺസേൺ ഓപ്പറേറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് sufficient cash balance to pay dividends. What the message it will give shareholders to public general. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ ആവശ്യമായിട്ടുള്ള ക്യാഷ് ബിസിനസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ആളുകൾ വിചാരിക്കുക. ഇപ്പോൾ കമ്പനി നേരെ പബ്ലിക് കമ്പനി എടുത്ത് ക്യാഷ് ഇല്ല, പക്ഷെ പ്രോഫിറ്റ് ഇഷ്ടമാരുണ്ട്, ഭാവിയിൽ വരുമായിരിക്കും, പക്ഷെ അതിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ദ മാനേജ്മെൻറ്റ് ഫോർ വെരി എസെൻഷ്യൽ. അപ്പോൾ എന്താണ്, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്യാഷ് മീൻ, ഇനി പറഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പൈസ കൊടുക്കും. ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, വെറും ക്യാഷ് അല്ല. ക്യാഷ് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ പേപ്പർ പോലുള്ള സാധനം ഉണ്ടല്ലോ, അത് മാത്രമല്ല, ഇപ്പോൾ ബാങ്കിലുള്ളത് ക്യാഷാണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത്
അപ്പോൾ അത് തിരിച്ചു തരുന്ന ബാങ്കിൽ നമ്മൾ അങ്ങനത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ബാങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴാണ് ചോദിച്ചു തരുന്നത്? അപ്പോൾ സപ്പോസ് നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് 10 lakh കൊണ്ട് ഇട്ടെന്ന് വിചാരിക്കും. നമ്മൾ നാളെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ 10 ലക്ഷം വേണം, 10 ലക്ഷം എടുത്ത് ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് എന്തിനോട് ഈക്വലാടാ? ക്യാഷിനോട് ഈക്വലാണ്. ഓക്കെ, ക്യാഷ് ഇക്വാലൻസ് കൺസിസ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് വന്നാലും അതാണ് ക്യാഷ് ക്രെഡിറ്റ്, കടത്തിന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്താ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ആസെറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ക്യാഷ്. ഓക്കെ, ഫ്ലോ ക്യാഷ് ഇക്വാലൻസ് അതൊക്കെയാണ് നമ്മൾ തകർന്നത്. ഓക്കെ, ഇതുണ്ടോ ക്യാഷ് ഫ്ലോ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് എന്താ സമ്മറി ഓഫ്. എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്? സമ്മറി ഓഫ് എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡിലുള്ള ഇപ്പോൾ സപ്പോസ് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ വേണ്ടി ക്യാഷ് കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, കുറേ പൈസ പോയിട്ടുണ്ടാവും. സോ അതിൻ്റെ സമ്മറിയാണ് എന്ത് ക്യാഷ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആൾസോ എക്സ്പ്ലെയിൻ ദ റീസൺസ് ഓഫ് ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഇൻ ദ ഫോം. എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ ചേഞ്ച് ഉണ്ടാവാനുള്ള റീസൺ എന്നുകൂടി ആര് തരും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, cash flow statement traces sources of bring the cash of such cash from the operating activities. എവിടെ നിന്നാണ് ക്യാഷ് ഫ്ലോ എന്താ പറയുക പൈസ വരുന്നത് എന്നുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അറിയാം. എവിടേക്കാണ് എന്താ പറയുക ക്യാഷ് പോയത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ് പർച്ചേസ് ഓഫ് അസറ്റ്സ്. അവിടെ എന്താ ക്യാഷ് പോവുകയാണ് അല്ലേ? സപ്പോസ് സെയിൽ നടക്കുകയാണ്, ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് പൈസ കിട്ടുക. അങ്ങനെ വെച്ചാൽ അതെന്താ ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ? നമുക്കൊരു സെയിൽ നടക്കുക, ക്യാഷ് സെയിൽ നടക്കാറുണ്ട്, അതൊരു ഇൻഫ്ലോ ആണ്, ക്യാഷ് ഇങ്ങോട്ട് വരും. ഇനി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് സെർവ് എ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആസ് ഫോളോസ്. ഒരുപാട് കാര്യങ്ങൾ ക്യാഷ് ഫ്ലോ ഡിസ്കസ് ചെയ്യുന്നു പറയുന്നു. അതാണ് എന്ത് താഴെ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എയിംസ് ടു ഹൈലൈറ്റ് ദ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഹൈലൈറ്റ് കൊടുക്കുന്നത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സപ്പോസ് ഞാൻ പറഞ്ഞു എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് സെയിൽ. ഓക്കെ, സെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പലചരക്ക് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇപ്പോൾ സ്വർണ്ണക്കടക്കാരനാണെങ്കിൽ ആ സ്വർണ്ണം വിൽക്കുക എന്നുള്ളതാണ് അയാളുടെ മെയിൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്സ് ദ പ്ലാനിങ്, ഷെഡ്യൂൾ, റീപേയ്മെന്റ് ഓഫ് ലോൺ ആൻഡ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമുക്ക് നോക്കണം, വലിയ വലിയ ഫിക്സഡ് അസറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ മിഷനറി, അതുപോലെ തന്നെ ചിലപ്പോൾ കാറ്, ഇതുപോലുള്ള ഫിക്സഡ് അസറ്റൊക്കെ നമ്മൾ ഒരു ദിവസം ചെന്നിട്ട് ഇതാണ് വാങ്ങണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം അതിന് ഒരുപാട് ക്യാഷ് ആവശ്യമായി. സോ അതുപോലെ തന്നെ ലോൺ റീപേയ്മെന്റ്. വാട്ട് ഈസ് ഇറ്റ് ലോൺ റീപേയ്മെന്റ്? ലോണ് തിരിച്ചടക്കുക എന്ന് പറയുന്നത് വലിയൊരു ലയബിലിറ്റിയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താണ് ബാധ്യതയാണ്. അപ്പം അങ്ങനെ ബാധ്യതയ്ക്ക് വലിയൊരു ബാധ്യത മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എന്ത് ആവശ്യമാണ് തുടങ്ങിയിട്ടുള്ള, അപ്പോൾ അതിനൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു 20 ലക്ഷം വേണമെന്ന് വിചാരിക്കും, വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ റീപേയ്മെന്റ് ഓഫ് ലോൺ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് എന്നേ കൂട്ടി വെക്കണം, നമ്മൾ ഇന്നേ തുടങ്ങണം. സോ അപ്പോൾ അതിനെങ്ങനെ എത്രത്തോളം ക്യാഷ് ആവും? അന്ന് 20 ലക്ഷം വേണ്ടേ? അതിന് പ്ലാനിങ്ങിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ക്യാഷ് ഈസ് ദ സെൻറ്റേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. ക്യാഷിനനുസരിച്ച് നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാം. ടു യൂസ് ദ ബേസിസ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഇൻവെസ്റ്റിംഗ് പ്ലാൻസ്. ഭാവിയിൽ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിലൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മനസ്സിലാവും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ടു അസർട്ടൈൻ ദ ലിക്വിഡ് പൊസിഷൻ ഓഫ് ദ ഫേം ബെറ്റർ മാനർ. ക്യാഷ് കൂടുന്നതിനനുസരിച്ചുള്ള ഒന്നുകൂടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബിസിനസ്സിന് ഒന്നുകൂടെ നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ് പ്രിഫർ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ലിക്വിഡിറ്റി ഓഫ് ബോറോയിങ് ഫോം. സപ്പോസ് നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബാങ്കേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ലിക്വിഡിറ്റി ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള എന്താ പറയുക പെട്ടെന്ന് പൈസ അവർക്ക് കളക്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ലോണൊക്കെ അപ്രൂവ് ചെയ്യും. മനസ്സിലായി? ലിക്വിഡിറ്റി വളരെ കുറഞ്ഞായിട്ടുള്ള ബിസിനസ്സിലൊക്കെ അത് അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കാലതാമസം എടുക്കാം അല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കും. ഓക്കെ,
Cash flow statement helps in the efficient and effective management of cash. ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യും? ഈ ക്യാഷിനെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. The manager generally looks into cash flow statement to understand the internal generated cash flow. The management and they generally look into cash flow to നോക്കും in the statements to understand the internally generated cash which is the best utilization of payment of dividends. ഇവിടെ മാനേജ്മെന്റ് നല്ല പേയ്മെന്റ് കൊടുത്താൽ അവിടെ നല്ല ബിസിനസ് അല്ലെങ്കിൽ നല്ല ആളുകൾ കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, അതിന്റെ കമ്പനിയുടെ വാല്യുവേഷനൊക്കെ ബാധിക്കും. സോ അപ്പോൾ നല്ല ഡിവിഡൻസ് കൊടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ AS3. ഈ AS3 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്നുള്ളതാണ് പറയുന്നത്. പ്രസൻസ് സെപ്പറേറ്റ് ക്യാഷ് ജനറേറ്റഡ് ആൻഡ് യൂസിങ് ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ഫൈനാൻഷ്യൽ. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ the evaluation of cash position in the firm. Cash position in the ഫോമിലെ ക്യാഷ് പൊസിഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ വൺ ഓഫ് ദി മെയിൻ ബെസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ടൂളാണെന്നത് പറയാം. ഇനി ക്യാഷ് ആൻഡ് റെലവൻറ്റ് ടേംസ് ആസ് AS3 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഷോർട്ടാണ്? ക്യാഷ് എന്താ പറയുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഷോർട്ടാണ് എന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് പറഞ്ഞാൽ എപ്പോഴാണ് വേണ്ട അത്. ക്യാഷ് ഇക്വാലൻസ്, ക്യാഷിനോട് ഇക്വാലൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ മാർക്കറ്റ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും. ക്യാഷ് ഇക്വാലൻസ് ആർ ഷോർട്ട് ടൈം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്, ഒറ്റയടിക്കാനെ വിറ്റിട്ട് അപ്പോൾ തന്നെ പൈസ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്. റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ ഇടാം, പെട്ടെന്ന് ക്യാഷ് ആക്കി കൂടെ. സോ ക്യാഷിനോട് ഈക്വൽ ആണ് അതിൻ്റെ വാല്യൂ. പിന്നെ ക്യാഷ് ഫ്ലോസ് ആർ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോ, ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ ഷോസ് 3 മെയിൻ കാറ്റഗറീസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. നെയിംലി 3 കാര്യങ്ങളാണ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ദർ ഇസ് എ പ്രിൻസിപ്പൽ റവന്യൂ ജനറേഷൻ ആക്ടിവിറ്റീസ് ഓഫ് ദ എന്റർപ്രൈസ്. സപ്പോസ് സെയിൽ, ഇപ്പം നമ്മളൊരു പലചരക്ക് കടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിലാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതല്ല മെയിൻ പൈസ വരാനുള്ള മെയിൻ ആക്ടിവിറ്റി. And investing activity, it includes acquisition of disposal of dominant assets and other investment not include the cash equivalents. ക്യാഷ് ഇക്വാലൻസ് അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ നമ്മൾ പല അസറ്റ്സ് മേടിക്കും, അല്ലെങ്കിൽ എന്താ പറയുക അസറ്റ്സ് വിൽക്കും അല്ലേ. നമുക്കിപ്പോൾ ഒരു കാറുണ്ട്, ചിലപ്പോൾ കാറ് വിൽക്കാം, അപ്പോൾ പൈസ ഇങ്ങോട്ട് വരികയാണ്. ഇത് ഇൻഫ്ലോനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വിൽക്കാം. ക്യാഷ് ഇക്വാലൻസ് ആയിട്ടല്ല, ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ ചില ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമ്മൾ പെട്ടെന്ന് നമുക്ക് വിൽക്കാൻ വിചാരിച്ചാൽ, സപ്പോസ് ഒരു ലാൻഡ് മേടിച്ചു കിട്ടും, അത് പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല, അതിന് കുറേ പ്രൊസീജിയേഴ്സിന് ടൈം എടുക്കും. സോ ലിക്വിഡിറ്റി കുറവാണ് അത്. പിന്നെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, അത് പറഞ്ഞാൽ ദ റിസൾട്ട് ഓഫ് ചേഞ്ചിങ് ദ സൈസ് ഓഫ് കോമ്പൻസേഷൻ ക്യാപിറ്റലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോറോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ, ബോറോയിങ്സ് പറഞ്ഞാൽ ലോൺ എടുക്കുമ്പോഴൊക്കെ ക്യാഷ് ഇൻഫ്ലോ ചെയ്യും. ലോണൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ, പക്ഷെ ക്യാഷ് എത്രത്തോളം ഉണ്ടെന്നല്ല, ഈ ലോൺ എടുത്തിട്ടാണെങ്കിൽ എങ്ങനെ എടുത്താലും ഉണ്ടായാൽ മതി. ആസ് പെർ 3 ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്യാഷ് വരുന്ന ഈ 3 ആക്ടിവിറ്റീസിലാണ്. ഒന്ന് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ പല പൈസ വരാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വിറ്റാലും വരാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് സെയിൽ, പിന്നെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് പല ചേഞ്ച് ഇൻ ഫേം, ഇപ്പോൾ ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, ഫൈനാൻഷ്യലി. ഇനി ഔട്ട്ഫ്ലോസ് ആണ് ക്യാഷ് സെയിൽ, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് സെയിൽ. പിന്നെ വേറെ ഒന്നാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെ ക്യാഷ് സെയിൽ ഉണ്ട്. ഓക്കെ, പൈസ വിൽക്കുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, നമുക്ക് തരാനുള്ള ആൾക്കാർ തരാം, അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ കമ്മീഷൻ ആൻഡ് ഫീസ്, കമ്മീഷൻ കിട്ടുക അല്ലെങ്കിൽ ഫീസ് കിട്ടുക. റോയാലിറ്റി ആൻഡ് അതേഴ്സ്, റോയാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ, റോയാലിറ്റി പറഞ്ഞാൽ റെന്റ് പോലെയാണ്. ഇപ്പോൾ കോറിയില്ലേ, കോറി നമ്മുടെ കല്ലുവെട്ട് കോറി, അതിനൊക്കെ സപ്പോസ് നമ്മളെടുത്തൊരു കല്ലുവെട്ട് കോറി ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക റോയാലിറ്റി മേ ബി കിട്ടാം. ഓക്കെ, അതിൻ്റെയൊക്കെ റെൻ്റാണ് ഈ അങ്ങനത്തെ ഇതിനൊക്കെ റെന്റ് പോലെയാണ്. ഈ റോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പൈസ കിട്ടുന്ന ഒരു ഇതാണ് ഇപ്പോൾ റെന്റ് പോലെയൊക്കെ. ആൻഡ് അതർ റവന്യൂസ് മേ ബി അതല്ലാതെ ഇൻട്രസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പൈസ വരാം. ക്യാഷ് ഔട്ട്ഫ്ലോസോ, ഫസ്റ്റ് ആണ് ക്യാഷ് പർച്ചേസ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്താൽ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടം കൊടുക്കാനുള്ളവർക്ക് കൊടുത്താൽ. ക്യാഷ് ടു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറേ പഠിച്ചില്ല, അത് ചെയ്ത് കൊടുത്താൽ. പേയ്മെന്റ് ഓഫ് വേജ് പേയ്മെന്റ് ചെയ്താൽ. ഇൻകം ടാക്സ് അടച്ചാൽ, ഇതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോ.
ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. സോ അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ എന്താണ്, ഔട്ട്ഫ്ലോ എന്താണ്? വാട്ട് ഈസ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്? അതെന്താ ഇൻഫ്ലോ ആണ്, ഏതെങ്കിലും ഫിക്സ്ഡ് അസറ്റ് വിൽക്കുക. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമ്മൾ എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത്. ഡിവിഡൻഡ് റിസീവ്ഡ്, നമ്മൾ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും ഡിവിഡൻഡിൽ നമ്മൾ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരു എന്താ പറയുക കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് ഡിവിഡൻഡ് കിട്ടുക. ഡിവിഡൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്താ, പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റും പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും. ഓക്കെ. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഇതിനൊക്കെ എന്ത് വരും, പൈസ വരും. പ്രൊസീഡിങ്സ് ഓഫ് ലോൺ എടുക്കുക, ഡിബെഞ്ചർ കൊടുക്കുക, ക്യാഷ് ഷെയർ ഇഷ്യൂ ചെയ്യുക, ഇതൊക്കെ പൈസ ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ക്യാഷ് റീപേയ്മെൻറ്റ് ഓഫ് ബോറോഡ്, അതായത് ലോണ് തിരിച്ചടക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺസ്, ഡിബെഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ലോൺസിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് അടക്കുക. ഡിവിഡൻഡ് പെയ്ഡ് ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ്, അല്ലെങ്കിൽ ഡിവിഡൻഡും കൊടുക്കുക. ഇതൊക്കെ എന്താണ്, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ 3 തരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ 3 തരം ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഇതിൽ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ചോദിക്കും. സോ നിങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കണം വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, എന്താണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, കാര്യങ്ങളൊക്കെ. ഇനി അടുത്താണ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. എങ്ങനെയാണെന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ജസ്റ്റ് കണ്ടാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. ഒരു ഇല്ലസ്ട്രേഷനിലൂടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കുറേ ലെങ്തിയാണ്, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കുറേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മളിതിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വേണം. ഫസ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിറൈവ്ഡ് ഫ്രം ദ, എന്താ നമ്മൾ പറഞ്ഞു, ക്യാഷ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, റെൻ്റ് ഓഫ് സർവീസ്, ഗുഡ്സ് വിൽക്കുക അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ അത് കിട്ടുക. പിന്നെ പേയ്മെൻറ്റ്സും സപ്ലൈസും സർവീസസ് കൊടുക്കുക. ഓക്കെ, അതൊക്കെയാണ് എന്ത്, ഓപ്പറേറ്റിംഗ്. നമ്മൾ നേരത്തെ മുകളിൽ കണ്ടില്ല ഒരു ടേബിൾ, അതിൽ പറയുന്നതാണ് എന്ത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഡിറ്റർമിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇതിനൊരു ഓർഡർ ഉണ്ടടാ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ കണ്ടില്ലേ, ഫൈനാൻഷ്യൽ, ഇൻവെസ്റ്റിങ്, ഓപ്പറേറ്റിംഗ്, ഇത് 3 സ്റ്റേജ് തന്നെ. ആദ്യം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇത് എഴുതും, ക്യാഷ് ഫ്ലോ എഴുതും, പിന്നെ ഇൻവെസ്റ്റിങ്, പിന്നെ ഫൈനാൻഷ്യൽ. 3 സെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നോക്കിക്കോ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് നോക്കണം. അപ്പോൾ ഓപ്പറേറ്റിങ്ങിൽ എന്തൊക്കെ വരിക എന്നുള്ളത് നമ്മൾ അവിടെ നേരത്തെ കണ്ടതാണ്. സോ ഫസ്റ്റ് വൺ, സ്റ്റേജ് 1 കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വ്യൂ. ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ ചേഞ്ചസ് നോക്കിക്കോ, എങ്ങനെ കാണുന്നത്. ഇറ്റ് യു കാൽക്കുലേറ്റ് അറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ്, ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓഡിറ്റ് ഐറ്റംസ്. ഓക്കെ, ഇവിടെ തരും നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് ഇവിടെ തരും. എന്നിട്ട് അതായിരിക്കും മിക്കവാറും നമ്മുടെ അടുത്ത് കയ്യിലുണ്ടാവും. പിന്നെ ആഡ്, അതിലെന്താ ആഡ് ചെയ്യണം? ഇപ്പോൾ സപ്പോസ് നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ഇൻകം, അതിലാണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് വിച്ച് ഹാസ് ആൾറെഡി ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് കുറേ എക്സ്പെൻസ് എഴുതിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഉണ്ടോ അവിടെ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മളൊരു എക്സ്പെൻസ് ചാർജ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു എക്സ്പെൻസിന് ക്യാഷ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് തിരിച്ചാഡ് ചെയ്യണം, അപ്പോൾ ആ ക്യാഷ് ഇവിടെ ഉണ്ടാവും. അമോർട്ടൈസേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രീസിയേഷൻ പോകുന്നത് മറ്റൊരു സാധനമാണ് അമോർട്ടൈസേഷൻ. അതുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ. യെസ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, അതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ ലോസ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ ലോസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ? അല്ല. നമ്മൾ വാല്യൂ ചെയ്തതിനേക്കാൾ താഴേക്ക് വിൽക്കുമ്പോഴാണ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ലോസ് ഒക്കെ എന്താണ്, ഇപ്പോൾ സപ്പോസ് 1 ലക്ഷത്തിന് മേടിച്ചിട്ട് നമ്മൾ 1 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ള സാധനം 90,000 റുപ്യക്ക് വിൽക്കുമ്പോഴാണ് നമ്മൾ ഇതാണ്. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് 1 ലക്ഷമായിട്ടുള്ളതാണോ? അല്ല, ഒരിക്കലും അല്ല. അതെന്താ ഉള്ളത്, 1 ലക്ഷമായിട്ട് നമ്മളതിന് വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിറ്റപ്പോൾ 90,000 കിട്ടിയുള്ളൂ. സോ അതൊക്കെ എന്തെങ്കിലും തിരിച്ച് ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഓഫ് ടാക്സ്. പ്രൊവിഷനൊക്കെ നമ്മൾ പറയണ്ട. പ്രൊവിഷൻ എന്താ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നതിന് പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം.
ഡിവിഡൻഡ് പെയ്ഡ്. ഓക്കെ, അതെല്ലാം അവിടെ എന്നിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, എന്നിട്ട് ലെസ് താഴെ പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഈ പ്രോഫിറ്റ് നേരത്തെ പറഞ്ഞതിൻ്റെ പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ എന്ത് ചെയ്യുക, തിരിച്ച് ലെസ് ചെയ്യും ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്യും ചെയ്യുക, ഇത്രയും ലെസ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആഫ്റ്റർ ഗെറ്റിംഗ് സ്റ്റേജ് 2 ചേഞ്ച് ആസ് പെർ ദ. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് കഴിഞ്ഞു. അഡ്ജസ്റ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ കറണ്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അത് അഡ്ജസ്റ്റ് ചെയ്യാം. കറണ്ട് അസറ്റ്, an increase in the item of current asset cause decrease in the cash flow. Okay, an increase in the item of current asset കൂടി എന്ന് പറഞ്ഞാൽ causes a decrease in the cash flow. കറണ്ട് അസറ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്തു, പൈസ അത്രയും ചിലവഴിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ ഓക്കെ യെസ്, ക്യാഷ് ഫ്ലോ കുറഞ്ഞു എന്നർത്ഥം. കാരണം കറണ്ട് അസറ്റ് എന്തെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടാവും. A decrease in the amount of current assets causes increase in the cash flow. ഇനി കറണ്ട് അസറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ കൂടുകയെന്നർത്ഥം. ബിക്കോസ് ക്യാഷ് റിലീസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് കറണ്ട് അസറ്റ്. അതായത് കറണ്ട് അസറ്റ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടൂലേ, അപ്പോൾ അതെന്തായി, ക്യാഷ് ആയിട്ട് മാറിയില്ല. മറ്റേത് ക്യാഷ് അസറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ക്യാഷ് കുറയാന്നർത്ഥം. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ആൻ ഇൻക്രീസ് ഇൻ ദ ഐറ്റം ഓഫ് കറണ്ട് ലയബിലിറ്റി കോസസ് ഡിക്രീസ് ഇൻ ദ ക്യാഷ് ഫ്ലോ. ആൻ ഇൻക്രീസ് ഇൻ ദ ഐറ്റം ഓഫ് കറണ്ട് ലയബിലിറ്റി. ഈ കറണ്ട് ലയബിലിറ്റി കൂടാന്ന് പറഞ്ഞാൽ കോസസ് ഡിക്രീസ് ഇൻ ദ ക്യാഷ് ഫ്ലോ ബിക്കോസ് ക്യാഷ് ഈസ് സേവ്ഡ്. ക്യാഷ് ഫ്ലോ എന്തെങ്കിലും കുറയും, എന്ത്, ലയബിലിറ്റി കൂടുമ്പോൾ. കാരണം പൈസ കൊടുക്കാതല്ലോ മേടിച്ച്. എ ഡിക്രീസ് ഇൻ ദ ഐറ്റം ഓഫ് കറണ്ട് ലയബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്രീസ് ഇൻ ദ ക്യാഷ് ഫ്ലോ. ആ പൈസ കൊടുക്കേണ്ടി വരും. ഒരു ചിലവ് വരുമ്പോൾ ലയബിലിറ്റി ആയിട്ട് അത് അവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കുറവും. ക്യാഷ് പോകില്ല, മറ്റേതോ ക്യാഷ് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കുറേ അവിടെ ഇവിടെയും കുറേ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. നമുക്കതൊരു ഇല്ലുസ്ട്രേഷനിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് വന്ന് നോക്കിയേ, illustration 1. Okay, the net income reported income statement for the year was 1,10,000. നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എത്ര ഇൻകം വന്നത്, 1,10,000. ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ് ഫോർ ദ ഇയർ വാസ് 44,000. ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു, 44,000. ദ ബാലൻസസ് ഓഫ് ദ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇയർ വർ താഴെ തന്നിട്ടുണ്ട്. ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ഇൻവെൻട്രീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്കൗണ്ട് പേയബിൾസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, നെറ്റ് ഇൻകം എത്ര, 1,10,000. ഇത് എവിടെ നിന്ന് കിട്ടുക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ ദ നോൺ ക്യാഷ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഡിപ്രീസിയേഷൻ ക്യാഷ് ഫ്ലോ ഉണ്ടോ, ഇല്ല. അത് 44,000 ആഡ് ചെയ്തു, നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ 1,54,000 ഓപ്പറേറ്റിംഗ് ഇതിന് മുമ്പുള്ളത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്, അതിൽ ഡിക്രീസ് ഇൻ ദ ഇൻവെൻട്രീസ്. എത്ര കുറഞ്ഞിട്ടുണ്ട് ഇൻവെൻട്രീസ്, 10,000 അല്ലേ, 10,000 കുറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ച് ആഡ് ചെയ്യണം. ഡിക്രീസ് ഇൻ ദ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അപ്പോൾ അതൊക്കെ നമ്മൾ ആൾറെഡി അടച്ചതാണ് കൂടുതൽ, അപ്പോൾ അത് 11,000 അതുകൂടെ ആഡ് ചെയ്തു. ഡയറക്റ്റ് ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം, 20,000. ഇൻക്രീസ് ഇൻ ദ അക്കൗണ്ട് പേയബിൾസ്, അത് നമ്മൾ കുറക്കണം, 14,000. ഇതെന്തിനാ കുറക്കണമെന്ന് വെച്ചാൽ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മൾ കുറേ കടത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. ഓക്കെ യെസ്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദ, അതായത് കുറേ ചിലപ്പോൾ എന്ത് ഉണ്ടാവും, അടച്ചിട്ടുണ്ടാവും, അടക്കാനുണ്ടാവും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദ ഓപ്പറേറ്റിംഗ് 1,31,000. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അതേപോലെയാണ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കണേ, ഇൻക്രീസ് ഇൻ ദ, നമ്മൾ ഇവിടെ ഒരു 20,000 കണ്ടില്ലേ, അത് ഏതാണ്, ഇതാണ് കേട്ടോ. 2,00,000 ഡെപ്റ്റേഴ്സ്. അത് തുടക്കത്തിൽ ഡെപ്റ്റേഴ്സ് 2,00,000 ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയായിട്ട് മാറി, 1,80,000. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനല്ലേ, അപ്പോൾ ആ ക്യാഷ് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് കുറഞ്ഞില്ലടാ, ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നമ്മൾ 20,000 കുറച്ചത്. പിന്നെ എന്താ നമ്മൾ കുറച്ചത്, ഒരു 14,000 കുറച്ചു അല്ലേ. യെസ്, അതെന്താണ്, അക്കൗണ്ട് പേയബിളാണ്.
ആദ്യം അക്കൗണ്ട് പേയബിൾ 1,02,000 ഉണ്ടായിരുന്നു, പിന്നെ അത് 1,16,000 ആയി. അപ്പോൾ നോക്കട്ടെ, പേയബിൾ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് കൂടി. അപ്പോൾ ഭാവിയിൽ നമ്മുടെ ക്യാഷ് പോവാനുള്ള ചാൻസ്, ക്യാഷ് ഫ്ലോ ഒക്കെ ഉള്ള ചാൻസ് അവിടെ വന്നേ, അതുകൊണ്ട് അത് കുറച്ച്. മനസ്സിലായോ? യെസ്. മറ്റോടത്ത് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചു, ലയബിലിറ്റി കൂടിയപ്പോഴും നമ്മൾ കുറച്ചു. മനസ്സിലായോ? അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ വരാറുള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ്? ഭാവിയിലോട്ട് നോക്കിയിട്ടാണ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താ? റെഫർ ടു ട്രാൻസാക്ഷൻ ദാറ്റ് അഫക്റ്റ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സ്ഡ് ഓർ ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ദാറ്റ് അഫക്ട് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സ്ഡ് ഓർ ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് റെഫർ ട്രാൻസാക്ഷൻ പർച്ചേസിനെയും സെയിലിനെയും അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. എന്താ നമ്മൾ പറഞ്ഞു? ഫിക്സഡ് അസറ്റ് വാങ്ങുക, വിൽക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എക്സാമ്പിൾസ് ഓഫ് ക്യാഷ് അറൈസിങ് ഫ്രം ദ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ. എന്തൊക്കെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്? എന്തൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്? ഒന്ന്, ക്യാഷ് പേയ്മെന്റ്സ് ടു അക്വയർ ഫിക്സഡ് അസറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്ത നേരത്തെ. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ, അത് ഔട്ട്ഫ്ലോ ആണ്. ക്യാഷ് റെസിപ്റ്റ്സ് ആണ് ഡെപ്പോസിറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുക, എന്തിന്? ഷെയർസോ ഡിബെഞ്ചർ വാങ്ങാൻ ക്യാഷ്, അതൊക്കെ. ഇനി ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെ? നേരത്തെ പ്ലാന്റ് മെഷീനറി ഒക്കെ വാങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വെക്കുക. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ദ കളക്ടിങ് ഫ്രം ദ പ്രിൻസിപ്പൽ എമൗണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ക്യാഷ് ഇതൊക്കെ മേടിക്കുക എന്നുള്ളത്. ഓക്കെ, ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഔട്ട്ഫ്ലോ എന്താ? പർച്ചേസ് ചെയ്യുക, എന്ത്? ഫിക്സഡ് അസറ്റ് മേടിക്കുക, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഔട്ട്ഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് ഡിബെഞ്ചേഴ്സ്, ഷെയർസും ഡിബെഞ്ചർ ഒക്കെ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്സ്, ലോണ്, ഇതൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞൊക്കെ ഇതാണ് കേട്ടോ. ഇനി ഫ്രം ദ ഇല്ലുസ്ട്രേഷൻ ടു ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ക്യാഷ് ഫ്ലോ ഓഫ് ഇൻവെസ്റ്റിംഗ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഒന്നുകൂടെ സിമ്പിളാണ് കാണാം. മിഷനറി 4 ലക്ഷം ഉണ്ടായിരുന്നു, അത് 4,20,000 ആയി. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 1,10,000 ആയി. പാറ്റേൺസ് 1 ലക്ഷം, പാറ്റേൺസ് പറഞ്ഞാൽ ഗുഡ് വില്ല കേട്ടോ, 1,80,000 ഉണ്ടായിരുന്നു, അത് 1,60,000 ആയി. ഡ്യൂറിങ് ദ ഇയേഴ്സ് കോസ്റ്റ് 15 അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. എന്ത്? ഈ വർഷത്തിൽ ഡിപ്രീസിയേഷൻ 40,000. ഓക്കെ, 24,000 വാസ് സോൾഡ് ഫോർ 20,000. 24,000 രൂപേനെ സാധനം 20,000 രൂപയ്ക്ക് കൊടുക്കും ചെയ്തു. പാറ്റേൺസ് ഓർ റിട്ടേൺ ഓഫ് 40,000 സെയിം ആസ് സോൾഡ് അറ്റ് ദ 20,000. പാറ്റേൺസ് 40,000 ഉണ്ടായിരുന്നു, സം പാറ്റേൺസ് ആർ സോൾഡ് 20,000 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20,000 പ്രോഫിറ്റിന് വിൽക്കും ചെയ്തു. സോ നോക്കിക്കോ, ഇൻഫ്ലോ ഓഫ് സെയിൽ ഓഫ് മിഷനറി 20,000 ഇവിടെ വന്നില്ലേടാ. എന്ത്? ഫസ്റ്റ് മിഷനറി നമ്മൾ വിറ്റു. ഓക്കെ ഓക്കെ, ആണ്ടോ 24,000 മെഷീൻ നമ്മൾ 20,000 വിറ്റു, അതിനാണ് 20,000. പിന്നെ ഇൻഫ്ലോ നമ്മളെന്ത് ചെയ്തു? പാറ്റന്റ് വിറ്റു. പാറ്റന്റ് എത്രയൊക്കെ വിറ്റേ? 1 ലക്ഷത്തിന്. ഓക്കെ, patents were written off to estimate and some patents were sold at profit 20,000. ഓക്കെ, അത് എവിടെയാണ്? എൻ്റെ വർക്കിങ്സ് താഴെ ഉണ്ട് കേട്ടോ. പാറ്റന്റ് നോക്കിക്കോ, ബാലൻസ് ഫിഗർ 1 ലക്ഷം ഉണ്ടായിരുന്നു പാറ്റന്റ്. ഓക്കെ, സോ നോക്കിക്കോ, പാറ്റന്റ് 1 ലക്ഷം എവിടെ നിന്ന് വന്നത് നോക്കെ. മറ്റേത് ഇൻഫ്ലോ ഓഫ് സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. വർക്കിംഗ് നമ്പർ 1. മെഷീനറി 4 ലക്ഷം ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഇതാകണം ഇവിടെ 4 ലക്ഷം. പിന്നെ അതിൽ ഡിപ്രീസിയേഷൻ 24,000 ഉണ്ടെന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 4,000 രൂപ നഷ്ടമായി എന്ന് പറഞ്ഞില്ല, അതാണ് ആ 4,000. പിന്നെ ബാങ്ക് ക്യാഷ് ഫ്ലോ 20,000. ഓക്കെ, പിന്നെ ബാങ്കിൽ 60,000. അങ്ങനെ ബാലൻസിനാണ് 42 എത്ര? 4,20,000. അപ്പോൾ ഉണ്ട് ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടി? 60,000. ഓക്കെ, അപ്പോൾ ഇൻഫ്ലോ 60,000 ആണ്. ഓക്കെ, അതാണ് ഈ ഇൻഫ്ലോ 20,000 കൊടുത്ത്. ഓക്കെ, ഔട്ട്ഫ്ലോ ഉണ്ട്
ഇനി അതുപോലെ ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഫ്രം സെയിൽ പാറ്റന്റ് വിറ്റതിലൂടെ തുടക്കത്തിൽ എത്ര ബാലൻസ് ബ്രോഡ് ഡൗൺ 2,80,000 ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫോ ബാലൻസ് ഫിഗർ ഓക്കെ, അതിൽ 20,000 ലോസ് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ലോസ് ഇവിടെ എഴുതി ഡെബിറ്റ് സൈഡിൽ. ഇതൊരു പാറ്റന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ്. സോ ഇത് എങ്ങനെ എഴുതി. പിന്നെ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 40,000 പ്രോഫിറ്റ് ഇട്ടുണ്ട്. ആ പ്രോഫിറ്റ് എഴുതി. ബാലൻസ് ക്യാരിഡ് ഓൺ തന്നിട്ടുണ്ട് എത്ര 1,60,000. സോ അത് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് പാറ്റന്റ്. അപ്പോൾ നമ്മുടെ ഇത് ശരിക്കും പറയുന്നത് എന്താ കുറച്ച് ടിസ്റ്റിങ് ആണ്. കാരണം ഇവിടെ നമ്മുടെ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ പാറ്റന്റ് ഉണ്ട്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വന്നത് 1,00,000 വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനം വിറ്റിട്ടൊക്കെ ഉണ്ടാവും. സോ അതിൻ്റെ കാര്യങ്ങൾ തന്നെ നമ്മളിത് റെക്കോർഡ് ചെയ്തപ്പോൾ 1,00,000, അങ്ങനെയാണ് ഈ 1,00,000 വന്നത്. മനസ്സിലായോ? അല്ല ഡയറക്റ്റ് അവർ തന്നിട്ടില്ല, അവരുടെ ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം. അതിൽ ഡെബിറ്റും ക്രെഡിറ്റും. പാറ്റന്റിലുണ്ടോ ഇത് ബ്രോഡ് ഡൗൺ അസറ്റ്. പിന്നെ ഒരു 20,000 ലോസ് വന്നു. ഓക്കെ, അത് എക്സ്പെൻസ് അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. അല്ല പ്രോഫിറ്റ് 20,000 പ്രോഫിറ്റ് വന്നു. അതുപോലെ തന്നെ ഒരു ലോസ് വന്നു 40,000 ഉണ്ട്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഉണ്ട് സോൾഡ് പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ 24. ഓക്കെ, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 24,000 ഉണ്ട്. ഓക്കെ, അതല്ല മെഷീനറി അല്ല, സോറി. പാറ്റന്റ് വർ റിട്ടേൺ ഓഫ് 40,000 റിട്ടേൺ ഓഫ് ചെയ്തു. അതായത് വാല്യൂ കുറഞ്ഞു. സം പോയിന്റ് സോൾഡ് അറ്റ് പ്രോഫിറ്റ് 20,000. ആ പ്രോഫിറ്റ് 20,000 ആണ് എന്ത് ചെയ്തത്, ഇതവിടെ പ്രോഫിറ്റ് ആയിട്ട് എഴുതിയത്. അപ്പോൾ അസറ്റ് എന്ത് ചെയ്തു, പാറ്റന്റ് അത്രയും കൂടി. പിന്നെ എന്ത് ചെയ്തു, ലോസ് വന്നിട്ടുണ്ട് 40,000 റിട്ടേൺ ഓഫ് ചെയ്താണ് കുറച്ചു. അപ്പോൾ എത്രയായി 40,000. പിന്നെ ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര, എൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1,60,000. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, വിറ്റതിന് വാങ്ങുന്ന ബാങ്ക് ഇൻഫ്ലോ ആയിരിക്കും. ഇവിടെ വന്നുകൊണ്ട് ഇൻഫ്ലോ, അതായത് ഈ സൈഡ് കൂടുതലായതുകൊണ്ട് ഇൻഫ്ലോ. സോ 1,00,000. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 1,20,000. പിന്നെ ഔട്ട്ഫ്ലോ പർച്ചേസ് മെഷീനറി 60,000. അതെങ്ങനെ കിട്ടിയേ, മെഷീനറി അക്കൗണ്ട് എടുക്കുക. തുടക്കത്തിൽ 40,000 4,00,000 ഉണ്ടായിരുന്നു മെഷീനറി. അതിൽ പ്രോഫിറ്റ് കിട്ടി 4,000. അത് നമ്മൾ കണ്ടു. പിന്നെ ഇൻഫ്ലോ ഒരു 20,000, അതാ ഈ 20,000 സോൾഡ് ചെയ്ത് 20,000 വന്നു. പിന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു 24,000 കുറയ്ക്കണം, കാരണം അതൊക്കെ ഇതിൽ വരില്ല. ബാലൻസ് കൊടുക്കാൻ 4,20,000 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഈ ബാലൻസ് എമൗണ്ട് ആണ് എന്ത്, ആദ്യത്തെ ക്യാഷ് ഫ്ലോ. അത് എത്ര 60,000 കുറയ്ക്കണം. ഓക്കെ, യെസ്. ഇവിടെ ഔട്ട്ഫ്ലോ ആണ്, കാരണം ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് വന്നത്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോഴാണ് ഇൻഫ്ലോ വരുന്നത്. സോ നമ്മളത് എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. നിങ്ങളെ പറ്റുന്ന പോലെ ഇതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ 4,64,000 രണ്ട് സൈഡും ചെയ്യുന്നു. അത് കുറച്ചു. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിംഗ് കിട്ടി എത്ര 60,000. ഇനി അടുത്തതാണ് തേർഡ് വണ്ണാണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്? നമ്മൾ പറഞ്ഞു ക്യാഷ് പ്രൊസീഡിങ് ഫ്രം ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ക്യാഷ് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സോ ആ ക്യാഷ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ നിന്നാണോ പൈസ കണ്ടെത്തുന്നത്, അതിനാണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. സപ്പോസ് ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ഇതൊക്കെ എന്താണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ആണ് ക്യാഷ് പ്രൊസീഡിങ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ആക്ടിവിറ്റിയാണ്. ആൻഡ് സിമിലർ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്. ക്യാഷ് പ്രൊഡ്യൂസിങ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ലോണ്, നോട്ട്, അതർ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ക്യാഷ് റീപേയ്മെന്റ് ഓഫ് എമൗണ്ട് ബോറോഡ്, അതുപോലെ തന്നെ നമ്മൾ മേടിച്ച സാധനം തിരിച്ചു കൊടുക്കുക. അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. മനസ്സിലായോ? ഫൈനാൻഷ്യൽ എന്നാണ് പൈസയായിട്ട് എങ്ങനെ നമുക്ക് പൈസ ആവശ്യമായിട്ട്, ഇപ്പോൾ നമുക്ക് പൈസ ആകുമ്പോൾ ഡിബെഞ്ചർ എടുക്കുക, അല്ലെങ്കിൽ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ, അപ്പോൾ അങ്ങനെ പൈസ എടുക്കണം. പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുന്നതാണ് എന്ത്, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ സെയിലിനും ക്യാഷ് വരും, പൈസ വരും. പക്ഷെ ആ പൈസയല്ല, ഇങ്ങനെ ക്യാഷിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസ്, അതാണ് എന്ത് ഫൈനാൻഷ്യൽ. ഇൻഫ്ലോ എന്ത് വരിക, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുക, പ്രിഫർ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ബോൺസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക വെച്ചാൽ ഈ എന്താ പറയുക ഇതുപോലെ തന്നെയാണ്, എന്താ പറയുക നമ്മുടെ ലോണ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അതിന് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. പേയ്മെൻറ്റ്സ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്ഫ്ലോ. റിഡംഷൻ ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഒന്നല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ തിരിച്ചടക്കുക, അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞില്ലേ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ എന്താണ്, അത് അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കണതിന് എന്ത് പറയാം, റിഡംഷൻ എന്ന് പറയാം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പിന്നെ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഷെയർസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കൂലേ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും, പക്ഷേ നമ്മൾ ഷെയർസ് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അതിനെയാണെന്ന് പറയുന്നത് ബൈബാക്ക്. ഇനി ഇല്ലസ്ട്രേഷൻ 3. വാട്ട് ഈസ് ഇല്ലസ്ട്രേഷൻ 3?
From the following information, calculate the financial cash flow from cash from the financial activities. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എത്ര രൂപ കിട്ടി എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് ഫ്ലോ നമ്മൾ കാണുന്നുള്ളൂ. കിട്ടിയ ഷെയർക്കാർ 4 ലക്ഷം ഉണ്ടായിരുന്നു, 5 ലക്ഷം. അപ്പോൾ എന്ത് ചെയ്തു? ശരിക്കും 1 ലക്ഷം രൂപയുടെ ഷെയർ കൊടുത്തിട്ടുണ്ടോ? ഡിബെഞ്ചേഴ്സ് തുടക്കത്തിൽ 1,50,000 ഉണ്ടായിരുന്നു, അപ്പോൾ 1 ലക്ഷമായിട്ട് മാറി. അപ്പോൾ എന്താ? ഡിബെഞ്ചേഴ്സിന് പൈസ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എത്ര ഉണ്ട്? 40,000 ടു 50,000 ആയി. ഓക്കെ. ഇൻട്രസ്റ്റ് പേ ടു ഡിബെഞ്ചേഴ്സ് 10,000. ഓക്കെ. സോ നോക്കട്ടെ. ഫസ്റ്റ് ക്യാഷ് പ്രൊഡ്യൂസിങ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഷെയർസ് എത്ര കിട്ടി? 1,10,000. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ താഴെ കാണാം. ഓക്കെ. ഇൻക്ലൂഡിങ് പ്രീമിയം അതാ വരണത്. ഇവിടെ നോക്കടാ, ഇവിടെ 10% പ്രീമിയം ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ. ഇവിടെ 10% ഒരു പ്രീമിയം ആയിട്ടുള്ള എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ. ക്യാഷ് പ്രൊഡ്യൂസിങ് ഇഷ്യൂ ഓഫ് ഷെയർസ് ശരിക്കും 1 ലക്ഷം വന്നിട്ടുള്ളൂ. പക്ഷെ അതിലാണ്ടോ സെക്യൂരിറ്റി പ്രീമിയത്തിൽ 10,000 വന്നിട്ടുണ്ടാവും. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം 40,000 ഉണ്ടായിരുന്നുള്ളൂ, അത് 50,000 ആയിട്ട് വന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നിങ്ങൾ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ ഇതിലൊരു 10,000 കയറിയിട്ടുണ്ട്, ഇതിലൊരു 1 ലക്ഷം കൂടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഈ 1 ലക്ഷത്തി. അതായത് ആ ഷെയറിന് ഷെയർ ഇഷ്യൂന്നിലൂടെ കമ്പനിക്ക് എത്ര രൂപയുടെ ഒരു ക്യാഷ് ഫ്ലോ ഇത് വന്നു? 1,10,000 രൂപ. പിന്നെ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് കൊടുത്തു. എത്ര കൊടുത്തു? 10,000 കൊടുത്തു. അത് ഔട്ട് ഫ്ലോ ആണ്, അപ്പോൾ അത്രയും കുറക്കണം. പിന്നെ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. റിഡംഷൻ എന്താ? ഇത് 1,50,000 ടു 1 ലക്ഷം അതിൽ. അപ്പോൾ അവർ റെഡീം ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര 50,000. അങ്ങനെ ടോട്ടൽ 60,000 കൊടുക്കണം. അപ്പോൾ എത്ര ക്യാഷ് ഫ്ലോ? 50,000. ഓക്കെ. യെസ്. ഇല്ലിസ്ട്രേഷൻ 4 നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ കേട്ടോ. ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണോ, നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. താഴെ കുറേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാവും, നമ്മളിപ്പോൾ കുറേ ആക്ടിവിറ്റീസ് പഠിക്കുകയും ചെയ്യും. സോ താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഏതിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ്. എന്താണ്? സെല്ലിങ് ഇൻവെൻട്രീസ് ഓർ ഇതെന്താണ്? ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ ഫസ്റ്റ് വണ്? യെസ്. അപ്പോൾ എന്താ ഫസ്റ്റ് വണ്ണ് എ എന്ന് പറയുന്നത് എന്താ? ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് എന്താണ്? എന്താ പറയുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഓന്നോട്. ക്യാഷ് പേ ടു സർവൈലേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. അതെന്താണ്? സപ്ലൈസിന് കൊടുക്കുന്നത്. അതും ക്യാഷ് എന്താ പറയുക? ഓപ്പറേറ്റിംഗ് ആണ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് സാലറി ആൻഡ് ബേനേഴ്സ്. അതും എന്താണ്? ഉണ്ടോ? ഓപ്പറേറ്റിംഗ് ആണ്. ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്താ? ഇൻവെസ്റ്റിംഗ് ആണ്, നോട്ട് ദ ദിസ് വൺ. ഉണ്ടോ? ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഇവിടെ അക്വയർ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ഇവിടെ കിടക്കുന്നത് പർച്ചേസ്. ഇൻവെസ്റ്റിംഗ് ആണ്. ക്യാഷ് പ്രൊസീഡ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഉണ്ടാകുമ്പോൾ എന്താ? അത് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി. എന്താണ്? ഫൈനാൻഷ്യൽ. ഷെയർസ് ആയിട്ടുള്ള ഒക്കെ ഫൈനാൻഷ്യൽ. അത് ഇവിടെ ഉണ്ടാവും, ഫൈനാൻഷ്യൽ. പ്രീമിയം. യെസ്. ക്ലാസിഫിക്കേഷൻ ആണ്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്താ? ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി. ഒന്ന് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിലേ ഉള്ളൂ. അതെന്താ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ എന്ത് കൊടുക്കും? ഐ കൊടുക്കും. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്തായിരുന്നു? ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി എഫ് കൊടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ്, അതെന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്താണ്? ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി. പേയ്മെന്റ് ടു ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അടക്കുക, അതെന്താ? അത് ഇതാണ് എന്താ? ഓപ്പറേറ്റിംഗ്. ഇതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓക്കെ. ക്യാഷ് പേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺസ്. ക്യാഷ് പേയ്മെന്റ് അതെന്താണ്? ഫൈനാൻഷ്യൽ ആക്ടിവിറ്റിയാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. സോ നോക്കട്ടെ. ഇനി സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ഡീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയാസ് ആണ്. സോ നിങ്ങൾ ഡിഫിക്കൽട്ട് ഏരിയാസ് അത്ര പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതിലൊരു തിയറി ഏരിയാസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ. എന്താണ് ലിമിറ്റേഷൻസ്? ഇനി നമുക്ക് ഇതിലെ മറ്റാ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
ട്രാൻസാക്ഷൻസിൻ്റെയും ക്യാഷ് ഫ്ലോ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ എന്താ ലിമിറ്റേഷൻസ് ആണ്. ട്രൂ ക്യാഷ് ഫ്ലോസ് ആർ വെരി യൂസ്ഫുൾ നൗ ഡേയ്സ്. എന്താണ്, നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. സെർവ് മെനി പേർപ്പസ്, പലതിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സെർട്ടൈൻ പ്രോഗ്രാം. ഓക്കെ, ഈവൻ ദോ നമ്മളെന്താ സിഗ്നിഫിക്കൻറ്റ് ലിമിറ്റേഷൻസ് ആർ ഗിവൺ യു നോ. താഴെ പറയുന്നതാണ് പ്രധാനമായിട്ടുള്ള ക്യാഷ് ഫ്ലോയുടെ ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിസൈസ്ലി ഡിഫൈൻ ടേം ക്യാഷ്. ക്യാഷ് എന്താണെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും ഡിഫിക്കൽട്ട്. ദർ ഈസ് കോൺട്രവേഴ്സ് ഓവർ ദ നമ്പർ ഓഫ് ലൈക്ക് ചെക്ക്, സ്റ്റാമ്പ്, പോസ്റ്റൽ, ഇതിനൊക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ, ചെക്കിന് നമ്മൾ ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ളതിനെ പറ്റി പല കോൺട്രവേഴ്സ്, അതായത് പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. ആസ് ദ പ്രസന്റ് ബിസിനസ് മൂവ് ക്യാഷ് ബേസിസ് accruals the prepaid and credit transaction might be represented increase the working capital. Okay, business move ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ക്യാഷ് ബേസിസ്, അക്രൂവൽ ബേസിസ്, ആ പ്രീപെയ്ഡ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ മേ ബി റെപ്രസെൻറ്റഡ് ഇൻക്രീസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ നോക്കടാ, അക്രൂവൽ ബേസിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇറ്റ് വുഡ് ബി മിസ്ലീഡിങ് ടു ക്വയറ്റ് ഇൻകം ക്യാഷ് ഫ്ലോ സെറ്റിൽമെന്റ് നമ്പർ ഓഫ് നോൺ ക്യാഷ് ഇൻവെസ്റ്റ്. നമ്മൾ നോക്കണം, ഇങ്ങനെ എന്താ പറയുക അക്രൂവൽ ബേസിസ് ആണല്ലേ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എന്താ പറയുക മിസ്ലീഡിങ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ പൈസ കിട്ടിയ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒക്കെ അത് മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നോക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയാസ് ഉള്ള പോർഷൻസ് ആണ്. സോ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി അല്ലാത്ത ഒരുപാട് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ടല്ലോ. സോ അതെടുക്കാം. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് സം ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റം. ചില സ്പെഷ്യൽ ഐറ്റത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ ദ ഫോളോയിങ് പ്രൊസീജിയർ. ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പേയിങ് ഡ്യൂറിങ് ഇയർ ആസ് ഔട്ട്ഫ്ലോ ഓഫ് ദ ക്യാഷ്മെന്റ്. ഓക്കെ, ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്താണെന്നറിയില്ല. ഡിവിഡൻഡ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്തിനാണ് പ്രപ്പോസ് ചെയ്യുക. ആദ്യം നമ്മളിത് ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒറ്റയടിക്ക് നടക്കുന്ന പ്രോസസ്സ് ഒന്നുമല്ല. ഇറ്റ്സ് ഹാവ് മെനി സ്റ്റേജസ്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ, പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതിൻ്റെയൊക്കെ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ എന്താ പ്രൊവിഷനൊക്കെ തിരിച്ച് ആഡ് ചെയ്യണം. പ്രൊവിഷനൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ടാക്സ് കൊടുത്തത് ഡിഡക്റ്റീവ് ആണ്. ഇല്ലുസ്ട്രേഷൻ 5 ആണ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് ബെൻസൽ പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇതിനകത്ത് തന്ന രണ്ട് ഡേറ്റ്സിലെ ഇൻഫർമേഷൻസ് ആണ്. ഒന്ന്, പ്ലാന്റ് ആൻഡ് മെഷീനറി 31 മാർച്ച് 2006 ഇത്രയും 13,50,000. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് 14,40,000 മാറിയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇറ്റ് ഈസ് ഇൻഫോർമൽ ഡിപ്രീസിയേഷൻ ഓഫ് നമ്മുടെ 60,000 ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഫൈൻഡ് ദ ചേഞ്ചസ് ഇൻ ദ ഹാവ് ടേക്കൺ പ്ലേസ് ദ അസറ്റ്സ് ആൻഡ് ഓൾസോ ദർ എഫക്റ്റ് ഓൺ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് മനസ്സിലായല്ലോ. ഒരു വർഷം തുടക്കത്തിൽ 13,50,000 ഉണ്ടായിരുന്നു. വർഷാവസാനം 14,40,000 ഉണ്ട്. ഡിപ്രീസിയേഷൻ എത്രയും ചാർജ് ചെയ്തിട്ടുണ്ട്? 60,000. അപ്പോൾ ആക്ച്വലി എന്താണ് അതിൽ ക്യാഷ് ഫ്ലോ? വാങ്ങാനോ ആണോ വിൽക്കാനാണോ, എന്തിനാണ് അവിടെ പൈസ ചിലവാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ക്യാഷ് ഫ്ലോ ചെയ്തിട്ടുണ്ടത്? സൊല്യൂഷൻ നോക്കടാ. നമ്മൾ ആ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഉണ്ട്. ഈ ബാലൻസ് ബ്രോഡ് ഓൺ തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 13,50,000 ഉണ്ടായിരുന്നു. അതിൽ ഡിപ്രീസിയേഷൻ 60,000 കുറയണ്ടേ? അപ്പോൾ അത്രയും ഉണ്ടാവില്ല ഇനി. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറയും. പിന്നെ പക്ഷെ എന്നിട്ടും ബാലൻസ് ബ്രോഡ് ആണ്. ആ വർഷത്തിൽ അവസാനം 14,40,000 ഉണ്ട്. പക്ഷെ ഇതിൽ നോക്കടാ, 1,50,000 ആണ് ഇത് ബാലൻസ് ഫിഗർ ആട്ടോ. എന്നിട്ട് ഈ അക്കൗണ്ട് ഈ സൈഡ് 15 ലക്ഷം, ഈ സൈഡിൽ നമ്മൾ 15 ലക്ഷം കൊടുക്കണം, ബാലൻസ് ചെയ്യും. കാരണം ഇവിടെ അല്ലേ കൂടുതൽ, ഇതിലെ ക്രെഡിറ്റ് സൈഡല്ലേ, ഈ സൈഡല്ലേ കൂടുതലടാ. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ എമൗണ്ട്, അതായത് നമുക്ക് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 1,00,000. അപ്പോൾ അതിനർത്ഥം എന്താ, ഇവിടെ ഒരു ആട്ടോ ഇപ്പം എത്രയും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് പോലും ഈ ഓപ്പണിങ്ങിനേക്കാൾ വലിയൊരു ക്ലോസിങ് കിട്ടണമെങ്കിൽ അവിടെ അത്രയും രൂപയുടെ ഒരു മെഷീൻ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് എന്നല്ലടാ അതിൻ്റെ മീനിങ്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. നോട്ട് ഇൻ ദ അബ്സെൻസ് ഓഫ് ദ സ്പെസിഫിക് ഇൻഫർമേഷൻ ഇറ്റ് ഈസ് പെർസ്യൂംഡ് ദാറ്റ് ദ അഡീഷണൽ മെഷീനറി വാസ് പർച്ചേസ്ഡ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1,50,000 രൂപയുടെ വേറൊന്നും നമുക്ക് അതിനെ പറ്റി 1,50,000 വേറെ എങ്ങനെ വന്നതെന്നുള്ളതൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 1,50,000 എന്ന് പറയുന്നത് നമ്മൾ എന്തിന് ചെലവഴിച്ചതാണ്? പുതിയൊരു മെഷീൻ മേടിച്ചതാണെന്ന് മനസ്സിലാവും.
The amount spent on plant and machinery, the reduction in the cash. Okay, എന്ത് ചെയ്യുന്നു, ക്യാഷ് കുറക്കുന്നു. ആൻഡ് ഇക്വാലൻസ് ഇറ്റ്സ് ഫോർ ദ വൺ എക്സാമ്പിൾ ഓഫ് ഔട്ട്ഫ്ലോ ക്യാഷ്. ഇതെന്താണ്, ക്യാഷ് പുറത്തു പോകുന്നുള്ളൊരു ചാൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 6. The comparative balance of വിൽസൺ ആൻഡ് സൺസ് ആർ താഴെ തന്നിരിക്കുന്നത് വിൽസൺ സൺസിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മാർച്ച് 31, 2013 7 ലക്ഷം ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് 7,90,000. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കൂടി. ബിൽഡിംഗ് 3,81,000 ഉണ്ടായിരുന്നു, ബിൽഡിംഗും കൂടി. ഓക്കെ, ബിൽഡിംഗും കൂടി. അഡീഷണൽ ഇൻഫർമേഷൻ, പാർട്ട് ഓഫ് ബിൽഡിംഗ് 74,000 വാസ് സോൾഡ് 60,000. 74,000 റുപ്യേൻ്റെ സാധനം നമ്മൾ 60,000 റുപ്യക്ക് നമ്മൾ വിറ്റു. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വാസ് സോൾഡ് 20,000. ആ വിറ്റ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റ് ചെയ്തത് ബിൽഡിംഗ് വന്നതുള്ളത് 20,000. അനാലിസിസ് നോക്കിക്കോ താഴെ. ഫസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ട്. ഇതിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര ഉണ്ടായിരുന്നു അക്യുമുലേറ്റഡ് തുടക്കത്തിൽ? 70,000 ഉണ്ടായിരുന്നു. അതിൽ 20,000 പോയി, അല്ലെങ്കിൽ 20,000 കുറയണം. കാരണം നമ്മൾ കുറച്ച് വിറ്റില്ലേ, 20,000 റുപ്യ ഡിപ്രീസിയേഷൻ വരുന്ന ഒരു അക്കൗണ്ട് വിറ്റു, അപ്പോൾ അത് കുറക്കണം. എന്നിട്ട് ബാലൻസ് എന്തുണ്ടായിരുന്നു? 7,90,000 ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ടാലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ എത്ര കിട്ടുന്നു? 1,10,000. ഇതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ 1,10,000 എന്ന് പറയുന്നത് നമ്മുടെ ഇതിലോട്ട് ഇതിൽ പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 38,40,000 റുപ്യ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൽ 60,000 ക്യാഷ് ഇങ്ങോട്ട് വരുന്നു. അതിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 20,000 കുറയണം. സോ 20,000 കുറവും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു 6,000. എന്തെന്ന് വന്നതാ? 6,000 റുപ്യ ലാഭം കിട്ടി. ഓക്കെ, ഈ 6,000 എങ്ങനെ വന്നതെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഗെയിൻ ഓഫ് ബിൽഡിംഗ് 60,000 വുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ റിപ്പോർട്ട് ഓഫ് ഇൻകം. അതായത് നമ്മുടെ ശരിക്കും ഈ 74,000 റുപ്യ അല്ലെങ്കിൽ 74,000 റുപ്യൻ്റെ ബിൽഡിങ്ങിൽ ഇതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. അതായത് ഇതിൻ്റെ വില ശരിക്കും 54,000 ഉണ്ടായിരുന്നുള്ളൂ. ഈ 54,000 സാധനമാണ് ഈ 60,000 റുപ്യക്ക് വിറ്റത്. അപ്പോൾ നോക്കടാ, ശരിക്കും അപ്പോൾ ഈ എന്താ പറയുക, 6,000 റുപ്യയുടെ ലാഭമല്ലേ? 54,000 സാധനം 60,000 വിറ്റ്. അപ്പോൾ ആ 6,000 ആണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും ബാലൻസ് ക്യാരിഡ് ഓൺ നമുക്ക് തന്നിട്ടുണ്ട്, അതിവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അത് ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് ആണ് പർച്ചേസ്. ഇവിടെ ക്യാഷ് എന്നിട്ടും ഉണ്ടോ, ഇത്രയും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് കൂടിയും ഇത് കൂടുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉറപ്പാണ് എന്ത്, അവിടെ എന്തൊക്കെയോ പിന്നെയും പർച്ചേസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ കൂടുതലും, അല്ലെങ്കിൽ ബിൽഡിങ് നമ്മൾ വീണ്ടും മേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ വാല്യൂ കൂടി. അപ്പോൾ എത്രയാണ് അത്? 1,10,000. സോ ഇങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ 1-2 കൂടി നോക്കാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ ഫോളോ ഇൻഫർമേഷൻ കിട്ടിയത് പ്രൊവിഷൻ ഫോർ ടാക്സ് പ്രൊവിഷൻ ആണ്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിക്കോ. പ്രൊവിഷൻ ഫോർ ടാക്സ് 15,000 ഉണ്ടായിരുന്നു, പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 20,000. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് വരുമ്പോൾ, അതായത് ടാക്സ് അടക്കേണ്ടി വരുമ്പോൾ, ടാക്സ് ഇത്രയൊക്കെ വരാൻ ഈ ഒരു വർഷം വരാൻ ഇത്രയും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത്. അത് 15,000 എത്രയായി മാറി? 20,000. നെറ്റ് ഇൻകം ഓഫ് ദി ഇയർ എത്രയാണ്? 50,000. ഓക്കെ, യെസ്, അതും തന്നിട്ടുണ്ട്. ഹൗ ഡു യു ഡീൽ വിത്ത് ദിറ്റ് ഐറ്റം? ഇറ്റ് ഈസ് നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ നോക്കിക്കോ, 2012-13 ക്യാഷ് ഫ്ലോ, അതായത് ഈ ഒരു വർഷത്തിൽ പ്രൊവിഷൻ ഫോർ എത്രയായി? 50,000 ഉള്ളത്. നെറ്റ് ഇൻകം 50,000 ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇപ്രാവശ്യത്തെ പ്രൊവിഷൻ, ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉണ്ടാക്കി ഒരു ബുക്കിൽ മാത്രമുള്ള ശരിക്കും ഈ പ്രൊവിഷൻ. അപ്പോൾ ശരിക്കും ഈ പ്രൊവിഷൻ ശരിക്കും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു?
ഇത്ര 70,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ 50,000 ആക്കി മാറ്റിയത്. സോ അത് തിരിച്ച് ആഡ് ചെയ്യണം. കാരണം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശരിക്കും ഒരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ഉണ്ടായെന്ന് വിചാരിച്ചാൽ ആ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ചെയ്യാം. സോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് അവിടെ ഉണ്ടാവും പറയാം. റിസർവ് പോലെ തന്നെ മറ്റൊരു ഇതാണ് എന്ത് പ്രൊവിഷൻ. ഇനി ഇല്ലുസ്ട്രേഷൻ ആയിട്ട് ദ റൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ദ ബുക്ക് ഓഫ് വേണുഗോപാലൻ ലിമിറ്റഡ്. എന്താ പ്രൊവിഷൻ ടാക്സസ് 50,000 ഉണ്ട് തുടക്കത്തിൽ, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് 70,000 ആയിട്ട് മാറി. ദ എമൗണ്ട് ടാക്സ് എത്ര 40,000 റുപ്യ ടാക്സ് അടക്കും ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടായി. പ്രൊവിഷന് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താ ക്യാഷ് ഫ്ലോ അല്ല, പക്ഷെ ടാക്സ് അടച്ചപ്പോൾ ക്യാഷ് ഫ്ലോ ആയി, ടാക്സ് കയ്യിൽ നിന്ന് പോവാണ്. ഹൗ ഡ്യൂൾ ദ പേഴ്സൺ ഷുഡ് ഡു ഇൻ ദ നോൺ കറന്റ് ഇയർ എത്ര ഉണ്ടോ. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ എത്ര 50,000, അതിൽ ടാക്സ് പേയ്മെന്റ് നടത്തി, അപ്പോൾ 40,000 കുറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു എന്താ പറയാ, എന്നിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര ഉണ്ടായിരുന്നു 70,000 ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ബാലൻസ് ഫിഗർ എത്ര 60,000. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോൺ. അപ്പോൾ ലോസ് ഓഫ് 40,000 ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. അതെന്താണ് ഔട്ട്ഫ്ലോ ആണ് ആ ബാങ്ക് പേയ്മെന്റ് എന്ന് പറയുന്നത്. ക്യാഷ് പ്രൊവൈഡഡ് നോവറ്റി ഈസ് കാൽക്കുലേറ്റഡ് എത്രയാണ് നെറ്റ് ഇൻകം ആഫ്റ്റർ ടാക്സേഷൻ എത്ര 80,000. ഓക്കെ, പിന്നെ ആഡ് പ്രൊവിഷൻ ഫോർ ദ നോൺ ക്യാഷ് എക്സ്പെൻസ് എത്ര 60,000. ഓക്കെ, യെസ്, അതെന്താ നോൺ ക്യാഷ് എക്സ്പെൻസാ. ഇവിടെ 80,000 ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 80,000 പ്രോഫിറ്റ് തന്നിട്ടില്ലടാ. ആ 80,000 ഇതെന്ന് പറയുന്നത് എന്താ നോൺ ക്യാഷ്, കാരണം അത് പ്രൊവിഷന് പോയത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ആ 60,000 നമ്മളിവിടെ 1,40,000 ക്യാഷ് ഫ്ലോ ആ ഒരു വർഷം ഉണ്ടായിട്ടുള്ളതാണ്. ഇതെന്താ നോൺ ക്യാഷ് ആവാൻ കാരണം അത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. അതിൽ നമ്മൾ മാറ്റി ഇത്രയും വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് ഇത്രയും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്രാവശ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 60,000 അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എഴുതിയ എമൗണ്ട്. ഓക്കെ ഓക്കെ, ഇനിയും നോക്കടാ, കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇത് ഡിഫിക്കൽട്ട് ഏരിയയാണ്. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം, പക്ഷേ നമുക്ക് മണിക്കൂർ കണക്കിന് എന്ത് ചെയ്യും നമ്മൾ വീണ്ടും ക്ലാസ്സസ് ലെങ്തി ആവാൻ പോകുന്നുണ്ട്. സോ ഞാനെന്ത് ഇവിടെ ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കണം, വലിയൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്. നിങ്ങൾക്ക് പറ്റുന്നവർ നോക്കുക. ഞാൻ ഇല്ലുസ്ട്രേഷൻ 9 ഇവിടെ പറയാം. ദ ഫോളോയിങ് കോർപ്പറേഷൻ ബാലൻസ് ഷീറ്റ് കണ്ടെയ്ൻ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ താഴെ പറയുന്നതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എത്ര 20,000 ഉണ്ട്, അതൊരു വർഷം കഴിഞ്ഞപ്പോൾ 30,000. വേറെ പ്രൊവിഷൻ ഫോർ ടാക്സ് 50,000. പ്രൊവിഷൻ ടാക്സ് എത്ര 50,000. വാസ് ചാർജ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2011. 50,000 അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ. എന്നിട്ട് ഓരോടെയും പ്രൊവിഷൻ എത്ര ഉള്ളത് 30,000 ബാക്കിയുള്ളൂ. അപ്പോൾ നോക്കട്ടെ, ബാലൻസ് ബ്രോഡ് ഉണ്ട് എത്ര 20,000. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്രാവശ്യം പ്രൊവിഷൻ എത്ര ഇട്ടിക്കണ് 50,000. അപ്പോൾ എത്ര ടോട്ടൽ 70,000. ഇതിൻ്റെ എത്ര ഉള്ളൂ 30,000 ആണ് ഇതിൻ്റെ. എന്നിട്ട് ടോട്ടൽ ബാക്കി പ്രൊവിഷൻ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. അതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ 40,000 ആണ് എന്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. 40,000 ഉണ്ടോ ക്യാഷ് ഔട്ട്ഫ്ലോ, അതെന്താണ് 40,000 കൊണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഓക്കെ, 50,000 ആണ്. ഇനി നോക്കട്ടെ, ഇപ്പം നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, ഇതെല്ലാം പാടെ വരുന്ന ഒരു സെക്ഷനാണ് ഇല്ലുസ്ട്രേഷൻ 10 എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തിയാണ്, പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചാൽ മാത്രമേ പാസ്സാവും അങ്ങനെയൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. കുറേ തിയറി ഉണ്ട്. നമ്മളിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യും. ഞാൻ അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ലാസ്റ്റ് ഈ ലിമിറ്റേഷൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു. അതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, യെസ്, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, കുറേ റേഷ്യോസ് പഠിച്ചു, ക്യാഷ് ഫ്ലോസ് എന്താണെന്ന് പഠിച്ചു, ക്യാഷ് ഫ്ലോയുടെ ഒബ്ജക്റ്റീവ് എന്താ പഠിച്ചു, ക്യാഷ് ഫ്ലോയുടെ ഫോർമാറ്റും കാര്യങ്ങളും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാലൻസ് ഷീറ്റൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. വീണ്ടും കുറേ ക്വസ്റ്റ്യൻസും ഇതിൽ കാര്യങ്ങളുണ്ട്. ഓരോന്നിനും എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, എന്താണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ ക്യാഷ് ഫ്ലോയുടെ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. ഓക്കെ, എങ്കിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനി അതിൽ ഡിസ്കസ് ചെയ്യാണ്ട്. ക്യാഷ് ഫ്ലോ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ
പെട്ടെന്നൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്കറിയാം പാർട്ട്ണർഷിപ്പിലും കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയാസ് ഉണ്ട്. സോ അത് കംപ്ലീറ്റ്ലി ഫൈൻ. സോ അതല്ലാത്ത ഇത്ര ഏരിയാസ് നമുക്ക് പഠിക്കാണ്ട് നമ്മളൊരു 80%, 20% ഏരിയാസൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അത്രയില്ല. ഇപ്പം ഈ ഒരു ക്യാഷ് ഫ്ലോയുടെ കാര്യം, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ കുറേ അക്കൗണ്ട്സ് ഒക്കെ പാടെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബാക്കിയൊക്കെ ഏകദേശം വളരെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസാണ്. സോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. സോ അതോടുകൂടെ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയാണ്. ഏത് ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതോടുകൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. സോ അതൊക്കെയാണ് നമുക്കിതിലും പറയാനുള്ളത്. ഇനി അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് സെക്ഷനിലോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നതാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാനിനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഓക്കെ, യെസ്. അല്ലാത്തത് അല്ല പറയുന്നത്, ലിമിറ്റേഷൻസ് നിങ്ങളൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ എന്താ ബാക്കി കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ ബൈ.